ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊന്ന് രാവിലെയാണ്, 8 മണി. മോൻ കോളേജിൽ പോകാൻ ഇറങ്ങി. അപ്പം ചേട്ടനും അവനുമായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴാണ് ഞാൻ ഇവരെ വീഡിയോ എടുക്കാൻ ഇറങ്ങിയത്. ഇവ ഉറങ്ങുകയാണ്. ഇപ്പോൾ ഒന്നും അറിയില്ല, ഞാൻ പറയണത് ഒന്നും അറിയില്ല. ഡോറ് തുറന്നതും അറിഞ്ഞില്ല. അപ്പം കുഞ്ഞു വെളിയിൽ പോയി കഴിഞ്ഞു. ഇത് പട്ടിയാണ്ടോ മൂത്രം ഒഴിച്ചിട്ടങ്ങനെയാണ്. ഇവന് വൃത്തികെട്ട സ്വഭാവമുണ്ട്. പടേ വൃത്തികെട്ട സ്വഭാവം കുറച്ചുണ്ട്. അഴുക്കിൽ നക്കണ ഒരു സ്വഭാവമുണ്ട് ഇവന്. ഇതേ കണ്ട, അവൻ അവിടെ കയറി കിടക്കണ കുഞ്ഞിട്ട്. എനിക്ക് ഇവിടെ കിടന്നു എനിക്ക് ഇപ്പം ഇവൻ്റെ ചില സ്വഭാവങ്ങൾ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നുകയാണ്. എന്നുവെച്ചാൽ ഇവന് വല്ല പ്രശ്നങ്ങളുണ്ടോയെന്ന് തോന്നിപ്പോവും. അങ്ങനെയാണ് ഇവൻ്റെ ഓരോ കാര്യങ്ങൾ. ഇവൻ സൗണ്ടൊക്കെ വയ്ക്കുന്ന കാണുമ്പോഴേ എനിക്ക് പേടി. ഇപ്പം ഇവനെ രാവിലെ എടുത്ത് നിക്കറിട്ട് കൊടുക്കാൻ വേണ്ടി പിടിക്കുമ്പോഴത്തേക്ക് ഇവൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥതയോടെ കരയണ സൗണ്ട് ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് വല്ല കൈയും കാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴേ അസ്ഥികൾ നുറുങ്ങണ വല്ല വേദനയുണ്ടോ. പിന്നെ മറ്റേ പൂച്ചയുടെ അടുത്ത് ഇന്ന് രാവിലെ മറ്റേ പൂച്ചയുടെ അടുത്തോട്ട് അങ്ങോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അവന് അവിടെ വെളിയിലല്ലേ വെള്ളം കുടിക്കാനൊക്കെ വച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് അപ്പോഴും അതേ സൗണ്ട് ഉണ്ടാക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അസൂയയുടെ സൗണ്ടാണ്, മറ്റേ ആളുള്ളതിൻ്റെ സൗണ്ടാണ്, എന്തോന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഇന്നലെ ഇവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു കേട്ടോ. ദൈവമേ, അവൻ്റെ അസുഖമെല്ലാം മാറ്റി കൊടുക്കണേ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. കാരണം ഇവന് പറയാൻ അറിയില്ലല്ലോ. അപ്പം ആശുപത്രി കൊണ്ടുപോയിട്ട് എന്നെ ഒന്നും അന്ന് പറഞ്ഞില്ല, കൊണ്ടുപോയിക്കൊള്ളാനല്ലേ പറഞ്ഞു. അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്ക് വല്ലാത്ത പെടിതേ ലിയോപ്പി ഇറങ്ങി വന്നിട്ടുണ്ടോ ഇരിക്കണം. കുഞ്ഞു എന്താടാ കുഞ്ഞു ഈടാ പട്ടിയിലെ മൂത്രം നക്കോടാ. പോടാ പട്ടിയിലെ ഇച്ചി നക്കോടാ നീ. അപ്പോൾ അതുകൊണ്ട് പേടിയും ഉണ്ട്. നമ്മൾ സ്വന്തമായിട്ട് നെറ്റിൽ സെർച്ച് ചെയ്തെടുത്ത് ഹോമിയോപ്പതി മരുന്നാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയാൻ പറ്റില്ല. കൊണ്ടുപോയാലേ ഇട്ട് തുരക്കും. ഇവൻ്റെ മുഴയുണ്ടല്ലോ, മുഴയിൽ നിന്ന് ബയോപ്സി ചെയ്യാനെന്ന് പറഞ്ഞ് തുരക്കും. അത്രേ അവർ ചെയ്യുള്ളൂ. എന്നിട്ട് പറയാം ഒന്നും ചെയ്യാൻ പറ്റില്ല, കൊണ്ടുപോകണം. അവരടുത്ത് കൊണ്ടുപോയപ്പോൾ ഇനി ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ മരുന്ന് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നെ നന്നായിരിക്കുന്നു കാണാൻ. ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. കിടന്ന് ഉരുളുന്നുണ്ട് ഇവൻ്റെ ഉരുള് നേർച്ച രാവിലെ ലിയോ എത്തിയതാ. ഇനിയിപ്പം മിക്കവാറും രണ്ടുപേരും കൂടെ തുടങ്ങും അഭ്യാസം. കുഞ്ഞങ്ങോട്ട് കുഞ്ഞുവിൻ്റെ സ്ഥലം ഇവിടെ. കുഞ്ഞിന് ഈ കോണ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം ആ പട്ടി മുള്ളി വെച്ചിരിക്കുന്നുണ്ടാണ്ട് എന്തോ വൃത്തികെട്ട മണം അവന് കിട്ടി. അതുകൊണ്ട് അങ്ങോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവിടെ നിൽക്കണേ. അയ്യോ പാവമെന്ന് പറഞ്ഞ് എൻ്റെ കാലിൽ കിടക്കണുണ്ട്. ലിയോടെ താഴെ പോകാനാണെന്നുള്ള പരിപാടി. കുഞ്ഞു അങ്ങോട്ട് ചെല്ല്. കുഞ്ഞു ഇനി നമുക്ക്
മറ്റേ അവൻ്റെ അടുത്തോട്ട് പോവാം. ഈ കുഞ്ഞുവിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. ആ മൂത്രം ഒഴിച്ചിട്ട് ഈ അടുത്ത് പോകണമെന്ന്. എൻ്റെ ഏരിയയിലുള്ളതൊക്കെ ഞാൻ വൃത്തിയാക്കി ഇന്നലെ തുടച്ച് വെള്ളമൊക്കെ കെട്ടി കിടന്നത്. ഇതിപ്പോൾ ഇങ്ങനത്തെ ഇപ്പുറത്തുള്ള പാർട്ടീസാണ്. ഇങ്ങനെ ഇട്ടിരിക്കണതെന്ന് പറഞ്ഞാൽ ഇത് പട്ടി കയറി മൂത്രം ഒഴിച്ചില്ലേ, അതുകൊണ്ട് എൻ്റെ അടുത്ത് വല്ല യുദ്ധത്തിനും ചിന്താഗതിക്ക് അങ്ങനെ വല്ല ആണോന്ന് അറിയില്ല. ഇത് ഇവിടേക്കുള്ള പാർട്ടീസ് ഇവിടെ ഇല്ല, ഒന്നും ഇവിടെ ഇല്ല, ഒരെണ്ണം ഉണ്ട്. ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, ഇങ്ങനെയൊക്കെ കണ്ടാൽ കഴുകി ഇറക്കും. മറ്റേതാണെങ്കിൽ യുദ്ധത്തിന് വരണ പാർട്ടി. ഒരു ദിവസം എൻ്റെ വീട്ടിൻ്റെ അവിടെ വന്ന് നിന്നിട്ട് ചോദിക്കുകയായിരുന്നു, നിങ്ങളെ ഭർത്താവ് ഇവിടെ ഇല്ലേ, സാറില്ലേ? ഞാൻ ഇവിടെ സാറും ഇല്ല, ഇവിടെ ആരുമില്ല. മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് പോയി. നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അന്ന് നല്ല ഇതാവുമായിരുന്നു. അവർ പറയണമെന്ന് പറഞ്ഞാൽ ഇതിനൊന്നും ഭക്ഷണം കൊടുക്കരുതെന്ന്. പട്ടിക്കൊന്നും ഭക്ഷണം കൊടുക്കരുത്. അതുകൊണ്ടാണ് പട്ടി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. കുറച്ച് ശരി കുറച്ച് തെറ്റ്. കാരണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കരുതാ, അതിന് ഭക്ഷണം കഴിക്കണ്ടേ? ബാക്കി വരുന്ന വേസ്റ്റ് ഭക്ഷണം മനുഷ്യൻ കഴിക്കില്ലല്ലോ, അപ്പോൾ പിന്നെ അതിനല്ലേ കൊടുക്കണം. ഇനി ഒരാൾ വരണുണ്ട്, അപ്പോൾ ഇനിയിപ്പോൾ 2 എണ്ണം കൂടെ കയറി അകത്തോട്ടൊറ്റ ഓട്ടമുണ്ട്. രണ്ടുപേരും ഓടിയില്ല കേട്ടോ. അവർ സ്ത്രീയാണ് പറഞ്ഞത്, അതുകൊണ്ട് ഓടിയില്ല. അങ്ങനെ തന്നെ ഇരിക്കണം. അവരെ കണ്ടിട്ട് പേടി തോന്നുന്നില്ലായിരിക്കും. ഇവരെ രണ്ടുപേരും ഇവരുടെ വിശേഷം ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നീളമായി പോകും, അതുകൊണ്ട് നമ്മളെ ലിയോപ്പിയെ ഇവിടെ നിർത്തുകയാണ്. ഇനി നമുക്ക് മറ്റവരുടെ വിശേഷങ്ങൾ പോകണം. ഇവരിങ്ങനെ രാവിലെ തന്നെ ഇവിടെ ഇറങ്ങിയിരിക്കും, വേറെ വിശേഷങ്ങളൊന്നുമില്ല. വീടിനകത്ത് കിടന്ന് കുറച്ച് കളിക്കാതൊക്കെ തന്നെ. ഇനി മറ്റേ ആളുടെ വിശേഷത്തിലോട്ട് പോകാം. ഞാൻ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ പട്ടി മൂത്രം ഒഴിച്ചിട്ടേക്കണം. അപ്പോൾ അതിനകത്ത് കുഞ്ഞു കയറി കിടന്ന് നക്കുന്നുണ്ട്. ലിയോയ്ക്ക് കുറച്ച് വൃത്തിയുണ്ട്. ഇപ്പോഴായിട്ടേ ഒരുത്തി താഴെ നിങ്ങോട്ട് കയറി വന്നിട്ട് കുഞ്ഞുവിൻ്റെ അടുത്ത് പറഞ്ഞ്, ലിയോയ്ക്ക് അത് എന്നെ സൂക്കേട്. കുഞ്ഞുവിൻ്റെ അടുത്ത് പറഞ്ഞ് മാറ് വഴിയിൽ നിന്ന് മാറ് എന്ന് പറഞ്ഞു. എന്നിട്ട് കുഞ്ഞു മാറിക്കൊടുത്തില്ല. കുഞ്ഞു ഇത് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇരുന്നിട്ട് വെറുതെ അവരെ മുഖത്തോട്ട് മാത്രം നോക്കിയിരുന്ന് ഇവളും വൃത്തികെട്ട സ്വഭാവം കാണിക്കുന്നത്, കുഞ്ഞുവിനെ പോലെ. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കേജ്. ഇത്രയും വലിപ്പമുണ്ടേ. പിന്നെ മഴ പെയ്തുകൊണ്ട് കുറച്ച് ഒരു ഷീറ്റൊക്കെ ഇട്ട് കൊടുത്ത് കേട്ടോ, അല്ലെങ്കിൽ മഴത്തൂറ്റെന്ന് പറഞ്ഞാൽ അവന് തണുപ്പടിക്കും. പിന്നെ രാവിലെ അവൻ കഴിക്കാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ തൈര് കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് രാവിലെ എടുത്ത് വെച്ചിട്ട് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് അവന് കൊടുക്കുന്നത്. വയ്യാതായപ്പോൾ അതും കഴിക്കില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഇച്ചിരി സുഖമായപ്പോൾ കഴിക്കും. പിന്നെയും ഭേദപ്പെട്ട് വരുന്നുണ്ട്. ഇന്നിനിപ്പോൾ ആശുപത്രിയിൽ ഇന്നല്ല കൊണ്ടുപോകണം കേട്ടോ, നാളെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവൻ്റെ പഴയ അപ്പിയിടുന്ന പാത്രമൊക്കെ മാറ്റിയിട്ടേ, ഇത് മോള് അവളെ പ്രാവിനെ കുളിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബീസണേ. അപ്പോൾ കുറേ നേരം നിർബന്ധം പിടിച്ച് ചോദിച്ചപ്പം താ അല്ലെങ്കിൽ തറയിലൊക്കെ അപ്പിയിട്ട് കൂട്ടും എന്ന് പറഞ്ഞ് കിടന്നും ബഹളം കാണിച്ചപ്പം പിന്നെ അവൾ തന്നു. അപ്പോൾ ഇവ ഇതിനകത്തുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു. ചില ആൾക്കാർ പറയുന്നു 2 നേരം കൊടുക്കാൻ. അർച്ചന ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് അർച്ചന ചോദിച്ച് പറഞ്ഞു തന്നപ്പോൾ 1.5 ml ഒരു പ്രാവശ്യം കൊടുക്കാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഇവ ഒരു പ്രാവശ്യമാണ് കഴിക്കുന്നത്. അത് തന്നെ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് മാറ്റം ഉള്ളതുപോലെ തോന്നണം. എന്തായാലും നാളെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ നാളെ മുതൽ കുറച്ച് റിലാക്സേഷൻ കിട്ടും. അങ്ങനെ ഇത്തിരി കൂടുതൽ പ്രാവശ്യം വെളിയിലൊക്കെ ഇറക്കി നടത്താനും. ഇന്നലെ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാത്ത, ഇവനെ കൊണ്ട് ഞാൻ നടക്കാൻ വയ്യ. എന്നാലും അവൻ ഏന്തി താഴെയെല്ലാം പോയി. ഞാനവിടെ
അങ്ങ് വെളിയിൽ വെയിലത്ത് കൊണ്ട് കുറച്ച് നേരമൊക്കെ കിടത്തിയിരുന്നു. എന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുമ്പോൾ തിരിച്ച് എടുത്തുകൊണ്ട് വന്നു. വീണ്ടും പടി കയറ്റിക്കണ്ടാന്ന് വെച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഇന്നലെ നടത്തിച്ചു. വൈകുന്നേരം പിന്നെയും കൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. പിന്നെ ഇനി നാളെ കൊണ്ടുപോയിട്ട്, നാളെ എന്ന് പറഞ്ഞാൽ പിന്നെ ഹസ്ബൻഡ് ഒരു വെരിഫിക്കേഷൻ, അവർ ആരെ മരിച്ചതിൻ്റെ ഒരു വെരിഫിക്കേഷന് വേണ്ടിയിട്ട് നാട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് ഒരു 4-5 ദിവസം സമയം കിട്ടും. അപ്പോഴത്തേക്ക് അവനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. റെഡിയാക്കി എടുത്താലും തലവേദനയാണ്. ഏറ്റ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവ എന്ന് നടക്കുമോ അന്ന് അവനെ കളയണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി കാലിലറ്റ കെട്ടിപ്പിടിച്ച് കരയേണ്ടി വരുമെന്ന് തോന്നണം. പിച്ചക്കാരി കരയും പോലെ കളയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഇവൻ ആരും ഇല്ലാത്തവനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവനും മരുന്നിനും കേജ് വാങ്ങാനും ഒക്കെ തന്ന കാശിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ മൊബൈലിലോട്ട് അയച്ചു കൊടുത്തില്ല. ഇതിനാവശ്യമില്ല, ആദ്യം അയക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അയക്കണില്ല. ആദ്യമേ പറഞ്ഞ കേജെല്ലാം ആരെങ്കിലും വാങ്ങിത്തരണമെങ്കിൽ കേജോടെ പിന്നെ ആരാണോ വളർത്താൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കോട്ട് പറഞ്ഞു. ഇപ്പോൾ ഈ കേജ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെയും കാണിച്ചില്ല. കിച്ചൻ്റെ ബാൽക്കണിയിലോട്ടൊന്നും അങ്ങനെ വരില്ല കേട്ടോ, അതുകൊണ്ട് കാണിച്ചില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ മരുന്ന് വാങ്ങാനും മറ്റുമൊക്കെ അയച്ചു തന്ന ഡീറ്റെയിൽസും മറ്റുമൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. ഇവനെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത ഒരു പൂച്ചയല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടേ, അതിന് വേണ്ടിയിട്ട് മാത്രം എന്ന് വെച്ചാൽ ഇനിയും ഇവന് അസുഖങ്ങളോ കാര്യങ്ങളോ വന്ന് ഇവനെ സഹായിക്കാൻ ആളുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഞാൻ അതൊക്കെ ഡീറ്റെയിൽസ് കാണിക്കും തീർച്ചയായിട്ടും. അപ്പോൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ.